ജാഗോ 2025 ഡിസംബർ 28-ന് ക്രൈസ്റ്റ് അക്കാദമിയിൽ പുലികളിലുള്ള ബാംഗ്ലൂരിലുള്ള ക്രൈസ്റ്റ് അക്കാദമിയിൽ ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് ആരംഭം കുറിച്ചത്. ധാരാളം യുവജനങ്ങൾ, കൗമാരപ്രായക്കാർ ഉൾപ്പെടെ ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ വലിയൊരു ക്രൗഡ് തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ജാഗോയുടെ അർത്ഥം അവേക്ക്, റൈസൺ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇന്ന് നമ്മുടെ മുമ്പിൽ ധാരാളം അതിഥികളുണ്ട്, ധാരാളം ബിഷപ്പുമാരുണ്ട്, അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, ധാരാളം യുവജനങ്ങളുണ്ട്. ജാഗോയുടെ ക്രൈസ്റ്റ് അക്കാദമിയിലേക്ക് ഏവർക്കും ഷെക്കന ന്യൂസിലുള്ള ഏവർക്കും സ്വാഗതം. കാണുന്നത് ജാഗോ ഓഡിറ്റോറിയം ആണ്. വളരെയധികം യൂത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ധാരാളം യൂത്ത് അവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ പ്രോഗ്രാംസ് ഓരോന്നിനും ഓരോ സ്റ്റാൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ ID കാർഡ് കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്തമായ ID കാർഡ്, പച്ച നിറത്തിലുള്ള അച്ഛന്മാർ, സെമിനാരിയൻസ്, സിസ്റ്റേഴ്സിനുള്ളതാണ്. അതുപോലെ തന്നെ ചുവന്ന ID കാർഡ് കാണുന്നത് വോളണ്ടിയേഴ്സിനാണ്. അതുപോലെ ബ്ലാക്ക് കാണുന്ന സർവീസ് പ്രൊവൈഡേഴ്സ്, മീഡിയ, അതുപോലെയാണ് അതിൻ്റെ ID കാർഡ്. ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെ ജാഗോയുടെ പ്രോഗ്രാം ഒരുക്കിയിട്ടുണ്ട്. ഓരോ വിശുദ്ധന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഇവിടെ വഴിത്താരകൾ, അതായത് പോകുന്ന വഴികളിലൊക്കെ വെച്ചിട്ടുള്ളത് നമുക്ക് കാണാം. മുമ്പ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഓരോ വിശുദ്ധന്മാരുടെ ഓരോ ഫോട്ടോസാണ്. ഇവിടെ ഓരോ 1, 2, 3, 4 ഫോട്ടോസ് കാണാൻ സാധിക്കും. അതിനുശേഷം ഈ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട്, അതുപോലെ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട്, ഇവിടെ ഒരു ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട് ഉണ്ട്. അതിന് തൊട്ടുപുറത്ത് ഒരു ചെറിയൊരു വോളിബോളിന്റെ ഗ്രൗണ്ട് ഉണ്ട്, ടെന്നീസ് വോളിബോൾ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ പലതരം ടെന്റുകൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ധാരാളം അച്ഛന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സെമിനാരിയൻസ്, യൂത്ത്, സാധാരണ ചെറിയ പിള്ളേർ, അതായത് കൗമാരപ്രായത്തിന് മുമ്പുള്ള പിള്ളേർ, അതുപോലെ കൗമാരപ്രായക്കാർ, IT കമ്പനി പ്രൊഫഷണൽസ്, അതുപോലെ ധാരാളം ജോലിക്കാർ, യുവജനങ്ങൾ, യുവതികൾ ഇന്നത്തെ പ്രോഗ്രാമിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് പ്രോഗ്രാം തുടങ്ങിയത്. ഇന്ന് തന്നെ പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് 9 മണിക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തീർക്കണമെന്നായിരുന്നു. അപ്പോൾ അതിനുശേഷം ധാരാളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് ഷെക്കന പ്രേക്ഷകർക്ക് മുമ്പിൽ അതിഥിയായിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ജാഗോ കോർഡിനേറ്ററും ഈ പ്രാവശ്യത്തെ ഇന്റർനാഷണൽ, അതായത് ജീസസ് യൂത്ത് ഇന്റർനാഷണൽ കൗൺസിൽ മെമ്പർ ആയിരിക്കുന്ന ജസ്റ്റിൻ പുന്നക്കാട് ചേട്ടനാണ്. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ലതാണ്, സുഖമാണ്. ഓക്കെ, ഈ കഴിഞ്ഞ പ്രാവശ്യത്തെയും ഈ പ്രാവശ്യത്തെയും ജാഗോ അറേഞ്ച്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് പറയുന്നത്? നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ജാഗോ ഒരു ജീസസ് കോൺഫറൻസ് ആയിരുന്നു. ഒരു ജീസസ് ആയിട്ടുള്ള എല്ലാവരും ഒന്നിച്ചു വരിക എന്നാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ജാഗോ ഒരു യൂത്ത് കോൺഫറൻസ് ആയിട്ടാണ് അനൗൺസ് ചെയ്തത്. നമ്മുടെ ചർച്ച് ജൂബിലി ഇയർ ആഘോഷിക്കുമ്പോൾ ആ ഒരു ജൂബിലി ഇയർ അനുബന്ധിച്ചിട്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ഒരു യൂത്ത് കോൺഫറൻസ് ആണ് അനൗൺസ് ചെയ്തത്. അപ്പം ആ ഒരു രീതിയിലാണ് ഇവിടെയുള്ള എല്ലാ പാർട്ടിസിപ്പൻസും യൂത്താണ്. അപ്പം അതിലൂടെ കുറച്ച് മെൻറ്റേഴ്സും ഉണ്ട്, നമ്മൾ വോളണ്ടിയേഴ്സും ഉണ്ട്. ഓക്കെ, ജാഗോയിൽ വന്നതിന് ശേഷം ചേട്ടൻ്റെ ഇത് ജാഗോ 2023 പിന്നെ 2025, അതിൽ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ ഫാമിലി മെമ്പേഴ്സ്, അത് കുട്ടികൾ, അങ്ങനെ കൂടുതൽ പങ്കെടുപ്പിക്കുന്നു? ഇല്ല, ഈ പ്രാവശ്യം നമുക്ക് യൂത്ത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് യൂത്തും ഫാമിലിയും ടീൻസും പ്രീ ടീൻസും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമ്മുടെ ഫോക്കസ് യൂത്താണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം യൂത്ത്സേ ഉള്ളൂ. ഈ പ്രാവശ്യത്തെ ജാഗോ അതിൻ്റെ പ്രധാന എന്തായിരിക്കും? ഈ പ്രാവശ്യം നമ്മുടെ ജാഗോയുടെ തീമാണ് ജനറേഷൻ ഹോപ്പ് എന്നാണ്. അപ്പം ഈ ഒരു പുതിയ തലമുറ ഒരു ഹോപ്പിലൂടെയാണ് നമ്മൾ കാണുന്നത്. അതാണ് ജനറേഷൻ ഹോപ്പ് എന്നൊരു തീം വെച്ചത്. ഓക്കെ, അതായത് നമ്മുടെ ജൂബിലി വർഷത്തിന്റെ സമാപനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വിശുദ്ധ ബസിലിക്കകൾ അടച്ചത്. ഇനി 2026 ജനുവരി 6-ാം തീയതി റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും കൂടി വിശുദ്ധ കവാടങ്ങൾ കൂടി അടയ്ക്കുന്ന സാഹചര്യത്തിലാണ് ഈ ജാഗോ പ്രോഗ്രാം, അതായത് അവേക്കൺ എന്ന് നമുക്ക് വേണമെങ്കിൽ അതിന് വിളിക്കാം, ജാഗോ പ്രോഗ്രാം നമ്മൾ ഇവിടെ നടത്തുന്നത്. യുവജനങ്ങൾക്കൊരു ഉണർവുണ്ടാകാൻ വേണ്ടിയിട്ടും പ്രത്യാശ കൊടുക്കാൻ വേണ്ടിയിട്ടും എന്നാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം. നമ്മുടെ കൂടെ ആയിരുന്നത് ജസ്റ്റിൻ പുന്നക്കാട് ചേട്ടനാണ്. ഓക്കെ ചേട്ടാ, വളരെയധികം നന്ദി. ജാഗോയിലെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് നമ്മളോട് കാണുന്നത്. ധാരാളം യുവതിയുവാക്കൾ വന്നിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതേസമയം ഈ യുവതിയുവാക്കളേക്ക് വളരെ ആകർഷകമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് നോക്കാം, ഇവിടെ കാണിക്കുന്നത് ഡോക്ടർ സെഡ് മൈ ലൈഫ് വാസ് ഇൻ വർത്ത് ലിവിങ്, അതായത് പ്രോ ലൈഫ് മിനിസ്ട്രിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ഒരു അലങ്കാരമാണ്. അതായത് കുറച്ച് ഡ്രസ്സുകൾ തൂക്കിയിട്ടിരിക്കുന്നു, അതിൽ ഓരോ വാചകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. അത് അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും അല്ലെങ്കിൽ ഗർഭത്തിലുള്ള ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ അമൂല്യ ദാനമാണ് എന്ന് പ്രത്യേകിച്ച് ഊന്നൽ കൊടുക്കുന്നൊരു സന്ദേശമാണ് ജാഗോയിൽ. ഇന്ന് നമ്മൾ എൻട്രൻസിൽ വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു വലിയൊരു ഷോയാണ്, ഒരു എക്സിബിഷനാണ് ഈ കാണുന്നത്. ചെറിയ കുഞ്ഞുങ്ങളുടെ ഉടുപ്പ്, ധാരാളം ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം അബോർഷൻ സെൻ്ററുകൾ, ധാരാളം ഗർഭനിരോധനമായിട്ട് ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ മനുഷ്യമഹത്വത്തിൻ്റെ മാഹാത്മ്യം, അല്ലെങ്കിൽ മനുഷ്യമാഹാത്മ്യം എടുത്തു കാണിക്കുന്ന ഒരു എക്സിബിഷനാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഓരോ എക്സിബിഷനിലും
ഷർട്ടിലും ഓരോ ഡ്രസ്സിലും ഓരോ വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ പറഞ്ഞത് ദ ഡോക്ടർ സെഡ് മൈ ലൈഫ് വാസ് ഇൻ വർത്ത് ലിവിങ്, അതുകൊണ്ട് കുട്ടിയെ വേണ്ടാന്ന് വയ്ക്കുന്നു. അതുപോലെ തന്നെ മം ഫെൽറ്റ് ഐ വുഡ് ruin her career, അതായത് ജോലി നശിപ്പിക്കുന്നതിനാൽ എനിക്ക് ആ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞ് അബോർട്ട് ചെയ്യുന്നു. അങ്ങനെ പല ഡാഡി പ്രൊഷേർഡ് മോമി, അതായത് അപ്പൻ അമ്മയെ കുഞ്ഞിനെ വേണ്ടാന്ന് വയ്ക്കുന്നു. അങ്ങനെ പല തരത്തിലുള്ള മോട്ടോകൾ വെച്ചിട്ട് അല്ലെങ്കിൽ വാചകങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ കുഞ്ഞു ഉടുപ്പുകൾ കുട്ടികളെ അത് ഒന്ന് ഇതുപോലെ മരണപ്പെട്ട കുഞ്ഞുങ്ങളുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ ഈ വരുന്ന യുവജനങ്ങൾക്ക് പ്രത്യാശയുടെ, അതായത് പ്രോ ലൈഫ് ഒരു മനുഷ്യമഹാത്മ്യത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഒരു എക്സിബിഷൻ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇത് ക്രൈസ്റ്റ് അക്കാദമി ജാഗോ 2025. നമ്മുടെ സെക്യൂരിറ്റി ടീം ഇൻചാർജ് ആയ ടോം ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. കണ്ണൂരാണ് ടോം ചേട്ടൻ്റെ വീട്. ടോം ചേട്ടാ, ഈ ജാഗോനെ പറ്റി എന്താ പറയുന്നത്? അതൊരു കൈൻഡ് ഓഫ് എല്ലാവരും ഗ്യാദർ ചെയ്യും. അത് ഓൾ ഓവർ ഇന്ത്യ എല്ലാ കാത്തലിക് യൂത്ത് എല്ലാവരും ഒരുമിച്ച് വന്ന് അവരുടെ കൾച്ചർ ഡിഫറെൻ്റ് ആണെങ്കിലും ജസ്റ്റ് ഫോർ എക്സ്പീരിയൻസിങ് ക്രൈസ്റ്റ് ടുഗെദർ വിത്ത് ദെയർ ഓൺ ഫ്രണ്ട്സ്. അതിൽ തന്നെ ഒരു ഇറ്റ്സ് എ ഗുഡ് തിങ്, ലൈക്ക് ദർ സംതിങ് പവർഫുൾ ദാറ്റ് ഇസ് ഹാപ്പനിങ് ബിഹൈൻഡ് എവറിത്തിങ്. God wanted everything this to happen. അപ്പം it is a wonderful thing. It's a very overwhelming thing. It's a miracle, which I believe it's a miracle of its own kind. ചേട്ടൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ജോലി എന്താ ചെയ്യുന്നത്? ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യും, IT-യില്ല. ഞാൻ സെറ്റിൽ ചെയ്തൊക്കെ തമിഴ്നാട്ടിലാണ്, നാട് കണ്ണൂർ. കഴിഞ്ഞ വർഷം ജാഗോയിലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടാവും. ജാഗോനെ പറ്റി, അതായത് ധാരാളം യുവജനങ്ങൾ വരുന്നു, യുവതിയാക്കൾ വരുന്നു. അതുപോലെ തന്നെ എന്താണ് ജാഗോയുടെ പ്രധാന ലക്ഷ്യം? അതന്നെ, എല്ലാവരും ഗ്യാദർ ചെയ്യുക. അവർ മോസ്റ്റ്ലി യൂത്തൊക്കെ ലൈക്ക് ഹൗ ജീസസ് യൂത്ത് വർക്ക്സ് ഇസ് പീപ്പിൾ ഹെൽപ്പ് ഈച്ച് അതർ. അതായത് ദർ ബി സം പീപ്പിൾ അവർ ഈശോനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, ചില ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവരെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരുമ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യും ഹൗ ദേ എക്സ്പീരിയൻസ് ഗോഡ്, ഹൗ ദേ ആർ ഇൻ ദെയർ ലൈഫ്. അപ്പം ദേ ഗെറ്റ് ടു നോ എവറി കൾച്ചർ, എവറി വൺ ഈച്ച് ആൻഡ് എവറി വൺ. പിന്നെ ഒരുമിച്ച് വരുമ്പോൾ അവർക്കൊരു ഫീലിംഗ് ആണ് ദാറ്റ് ദേ ആർ നോട്ട് അലോൺ, ദേ ആർ പാർട്ട് ഓഫ് സംതിങ് വെരി ബിഗ്, ലൈക്ക് ഓൾ ഓവർ ഇന്ത്യ. അങ്ങനത്തെ ഒരു ഫീലിംഗ് അവർക്കുണ്ട്. നോട്ട് ഫീലിംഗ് ഓഫ് ബീങ് ടുഗെദർ, നോട്ട് ബീങ് അലോൺ, ദേ ആർ ടുഗെദർ വിത്ത് ക്രൈസ്റ്റ്. അതാണ് മെയിൻ എയിം ജാഗോയുടെ. നമ്മുടെ കൂടെ സംസാരിച്ചത് ടോം ചേട്ടനാണ്. സെക്യൂരിറ്റി ടീമിൽ അദ്ദേഹം വോളണ്ടിയർ ആണ്. അദ്ദേഹം ടോം ചേട്ടാ, താങ്ക് യു. ജാഗോ, യെസ്, താങ്ക് യു. ജാഗോയിലേക്ക് എത്തിച്ചേർന്നത് നമ്മുടെ കൊച്ചു പിള്ളേരാണ്. കണ്ണൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓരോരുത്തരുടെ പേര് നോക്കി പരിചയപ്പെടാം. പേരെന്താണ്? എൻ്റെ പേര് ഡിബിൻ. ഓക്കെ, നിങ്ങളോടായിട്ട് ചോദ്യം, ഈ ജാഗോക്ക് എന്തിനാ വന്നിരുന്നത്? ജാഗോയ്ക്ക് പ്രത്യേകിച്ച് ഒരു റീസൺ എന്ന് പറയാനില്ല, പക്ഷെ നമുക്ക് ജീസസ് യൂത്ത് എന്ന് പറയുമ്പോഴേ എന്താ പറയുക, ഒരു എൻജോയ്മെൻറ്റ് മാത്രമല്ല, അതിനകത്ത് ഒരു സ്പിരിച്വാലിറ്റിയും കൂടെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പ്രത്യേകിച്ച് വന്നത്. നമ്മൾ ഈ ജീസ് യൂത്തിൻ്റെ ഒരു മൂവ്മെൻ്റ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ മറ്റെന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് പോകും. നമുക്കതൊരു എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഒരു പ്രത്യേക ഒരു തീഷ്ണതയാണ്. നമുക്ക് ആ കിട്ടിയ ഒരു അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവെക്കാനൊരു ത്വരയാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു തീ ജ്വലനം, ഒരു enthusiasm അല്ലേ ഇവിടെ? അതിപ്പോൾ മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മുടെ ഒരു യൂത്ത് ആണല്ലോ, അപ്പോൾ ആ ഒരു യുവത്വത്തിൽ മറ്റുള്ളവർക്ക് ഈശ്വരനെ പകർന്നു കൊടുക്കാന്നുള്ള അവർക്കൊരു എന്താ നമ്മുടെ ഈ ഒരു ഏജിൽ അവർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു സ്പെഷ്യലാണല്ലോ. അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും കൂടി. നമ്മുടെ കണ്ണൂര് നിങ്ങൾ ഒരേ ഇടവക്കാരാണോ അതോ ഇടവകയിൽ ജീസസ് യൂത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഞങ്ങളുടെ ഇപ്പം ഇടവകയിലെ ഫാമിലീസ് ഉണ്ട്, ടീംസിൻ്റെ പ്രോഗ്രാംസ് ഉണ്ട്, പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ക്യാമ്പസിൻ്റെ ഒരു പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെയാണ് ഇടവകയിൽ. പിന്നെ പാരിഷ് മിനിസ്ട്രി ആയിട്ടില്ല, പാരിഷ് മിനിസ്ട്രിയുടെ പ്രോഗ്രാംസ് ആയിട്ട് പല ഇടവകളിൽ പോകാറുണ്ട്. അതെ, ഇടവക ഏതാണ്? എൻ്റെ മദർ തെരേസ പരിയാരത്താണ്. പരിയാരം ഹോസ്പിറ്റലിന് അടുത്തുള്ളതാണ്. അതെ, ഓക്കെ. ഇവിടെ ഞാൻ വിമൽ ജ്യോതി കോളേജിൽ നിന്നാണ് വരുന്നത്. അപ്പം അവിടെ എല്ലാ ആഴ്ചകളിലും തന്നെ ഗ്യാതറിങ്സ് അങ്ങനെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. പുറത്ത് റീച്ച് ഔട്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരോ പരിപാടികൾക്കൊക്കെ പോവുക, നമ്മൾ അവിടെ പിള്ളേരൊക്കെ ഒന്ന് ആക്റ്റീവാക്കി ജീസസ് യൂത്തിലേക്കൊക്കെ കൊണ്ടുവരിക. അങ്ങനെ കുറച്ച് ചെറിയ മൊമെന്റ്സിലൂടെ. ഒരു ചോദ്യം ചോദിക്കട്ടെ, എത്ര പിള്ളേരെ ജീസസ് യൂത്തിൽ കൊണ്ടുവന്നുണ്ട്? ജീസസ് യൂത്തിലേക്ക് ഓൾമോസ്റ്റ് ഒരു 4 ഇടവകകളിൽ പോയിട്ട് അവിടെയുള്ള +2 വരെയുള്ള പിള്ളേരെ നമ്മൾ ജീസസ് യൂത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, വളരെ നന്ദി. എൻ്റെ ഇടവക, ഞാൻ ആലക്കോടാണ്, കണ്ണൂർ ആലക്കോട്. അപ്പോൾ എൻ്റെ ഇടവക വിജയപുരമാണ്. അപ്പം എൻ്റെ ഇടവകയിൽ ജീസസ് യൂത്ത് അത്ര ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. ഇപ്പം ഞാനൊരു പ്രെയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം സബ്സോണിൻ്റെ കോർഡിനേറ്ററാണ്. ഇപ്പം മൂവ്മെൻറ്റിലൂടെ പോകുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രെയർ ഗ്രൂപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് സബ്സോണിൽ ഇപ്പം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ജോലി ചെയ്യണം? ഞാൻ ഫോട്ടോഗ്രാഫറാണ്. കൊള്ളാം. ഓക്കെ, എന്നാ ജാഗോയ്ക്ക് ഇന്നലെയാണ് തുടങ്ങിയത്? അപ്പോൾ ഇന്നാണോ വന്നത്? ഇന്നലെ തന്നെ വന്നായിരുന്നു. ഓക്കെ, ഇവിടെ ധാരാളം അച്ഛന്മാരൊക്കെ വന്നിട്ടുണ്ടല്ലേ? ആരെങ്കിലും പരിചയപ്പെട്ടായിരുന്നോ?
കുറെ പേരൊക്കെ നമുക്ക് നേരത്തെ കുറെ പ്രോഗ്രാമുകളിൽ പോയിട്ട് പരിചയമുള്ളവർ തന്നെയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ജാഗോ പ്രോഗ്രാംസ് ഓൾ ഇന്ത്യ പ്രോഗ്രാംസ് ആയിട്ട് വെക്കാൻ കാരണം? ഓൾ ഇന്ത്യ ജീസസ് യൂത്ത് പ്രോഗ്രാംസ് വെക്കാനായിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം എല്ലായിടത്തും, അതായത് പല മേഖലയിലുള്ളവർക്കും പല കൾച്ചറും അങ്ങനെ ഉള്ളവർ ഒരിടത്ത് സംഗമിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലൂടെയാണ് മുന്നേ നടത്തിയിരുന്നത് ഇത് ജാഗോ. അതിൻ്റെ ഒരു ഫോളോ അപ്പ് പോലെയാണ് ഇപ്പോൾ നടത്തിയേക്കുന്നത്. ഓക്കെ, ഇവിടെ പല നോർത്ത് ഈസ്റ്റ് അതുപോലെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാരെ കണ്ടായിരുന്നു. കുറച്ച് മുമ്പ് ഗുജറാത്തിൽ നിന്നൊരു വ്യക്തി ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ഈ കേരളക്കാർ മാത്രമല്ലാതെ പുറത്തുനിന്നുള്ള ഐ മീൻ കേരള ഇൻട്രസ്റ്റേറ്റ് ആയിട്ടുള്ള മറ്റു യുവജനങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അവരുടെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാട് പറയാൻ പറ്റുമോ? അവരെന്ന് പറഞ്ഞാൽ നമ്മൾ വർഷത്തിൽ ഓരോ വർഷവും കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പം നോർത്ത് ഈസ്റ്റ് പിള്ളേരെല്ലാം നമ്മുടെ നാടുകളിൽ വന്നിട്ട് അവിടുത്തെ കൾച്ചറിൽ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുന്ന ഒരു ഇതുണ്ട്. എന്നിട്ട് അവർ ഇവിടെ വന്നിട്ട് അവിടെ ചെന്നിട്ട് അവരത് ലീഡർ ബിൽഡ് ചെയ്തിട്ട് അവിടെ ഒരു ജീസ് യൂത്ത് ഇതാക്കുന്നതാണ്. അപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ആലക്കോട് ആ ഏരിയയിൽ കണ്ണൂർ സോണിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു കേട്ടപ്പം നമ്മളെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ആണ് അവർ ഇവിടെ വന്നിട്ട് അനുഭവിച്ച കാര്യങ്ങളും ഓരോ കുടുംബങ്ങളിലൊക്കെ ഓരോ വീടുകളിലൊക്കെ താമസിച്ചാണ് അവർ അങ്ങനെ എക്സ്പ്ലോർ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ മൂവ്മെന്റിന്റെ ഭാഗങ്ങളും നമ്മുടെ കൂടെ ഓരോ ഫോളോ അപ്പിന് വരികയും അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം, അവർക്ക് ഒത്തിരി വളരാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ വർഷം ജാഗോയിലേക്ക് വന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ പ്രാവശ്യം വന്നിട്ടുണ്ടോ? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടി വലിയൊരു ഇതായിരുന്നല്ലോ, വെന്യൂ ആയിരുന്നു. അപ്പം കുറച്ചുകൂടി രജിസ്ട്രേഷൻ കാര്യങ്ങളുണ്ടായിരുന്നു. ഈ പ്രാവശ്യം മെയിൻലി യൂത്ത് മാത്രമാക്കി. കഴിഞ്ഞ പ്രാവശ്യം കൂടുതലും ജീസസ് യൂത്ത് ആയിരുന്നു. ഈ പ്രാവശ്യം അത് പല യൂത്ത് മിനിസ്ട്രീസിൽ നിന്നുള്ള പിള്ളേർ വന്നിട്ടുണ്ട്. പ്രാവശ്യം കുറച്ചുകൂടി കുറഞ്ഞു, പക്ഷേ കൂടുതലും യൂത്താണ്. ഇപ്പോൾ ഫാമിലീസ് കുറഞ്ഞു, പ്രാവശ്യം യൂത്താണ് കൂടുതലായിട്ടുള്ളത്. ഇൻഡോർ കൾച്ചറേഷൻ, അതായത് പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇൻട്രസ്റ്റേറ്റ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുള്ള യൂത്താണ് ഈ പ്രാവശ്യം ഇവിടെ ക്രൈസ്റ്റ് അക്കാദമിയിൽ ഒത്തുചേർന്നിരിക്കുന്നത്. ധാരാളം യുവജനങ്ങൾ, യുവതിയുവാക്കളാണ് ഈ കാണുന്ന സിസ്റ്റേഴ്സ്, സെമിനാരിയൻസ് ഉൾപ്പെടെ ധാരാളം യുവതിയുവാക്കളാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ കൂടെ ഇന്ന് യുവാക്കളിൽപ്പെടുന്ന നമ്മുടെ സെമിനാരീസ് ആണ്, തിയോളജി സ്റ്റുഡൻസ് ആണ്, സെമിനാരിയൻസ് ആണ്. പേര് പറയണം. പേര് സ്റ്റിജിൻ എന്നാണ്. ഓക്കെ, ജാഗോയ്ക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു? ഞങ്ങൾ കൊച്ചിൻ്റെ ICC നിന്നാണ് വരുന്നത്. കൊച്ചി രൂപതയ്ക്ക് വേണ്ടിയിട്ട് വൈദികരാകുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. കൊച്ചി എന്ന് പറയുമ്പോൾ തന്നെ ഒരു സെലിബ്രേഷൻ്റെയും ജോയിയുടെയൊക്കെ ഒരു പ്ലേസാണ്. കുറേ യൂത്തൊക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ അടിച്ച് പൊളിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്ന ലൈഫുള്ള ഒരു പ്ലേസാണ്. പക്ഷെ അവിടെ ഞങ്ങൾ പള്ളിയിലധികം ആൾക്കാരെ യൂത്തിനെ കാണാറില്ല. അപ്പോൾ ശരിക്കും വണ്ടറാണ്. ജാഗോക്ക് ഇങ്ങനെ കുറേ യൂത്തുകൾ തടിച്ചു കൂടുന്നുണ്ട്, കുറേ പേര് വരുന്നുണ്ട്, ഈശോനെ അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജാഗോ. ഇവിടെ വന്നപ്പോൾ ശരിക്കും വണ്ടറായി. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്നപ്പോഴാണ് ഫോട്ടോജിയിലും ന്യൂ ഇയർ പാർട്ടിയിലും കാണുന്ന പോലെയല്ല, അതിലും കുറേ ആയിരങ്ങൾ, കുറേ യൂത്തുകൾ ഈശോനെ നേടാനായിട്ടും ഈശോയ്ക്ക് വേണ്ടി എൻജോയ് ചെയ്യാനായിട്ടും ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടും ഒരു പീസ് അനുഭവിക്കാനായിട്ടും ജാഗോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഭാഗമാകാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ താങ്ക് യു ഷക്കീന ചാനൽ. ഓക്കെ, ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. യൂത്ത് ആയിരിക്കുന്നതും അച്ഛനായിരിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അയക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഒരു തോന്നലിന് പുറത്ത് ഇറങ്ങി പുറപ്പെട്ടതാണ്. പക്ഷേ ഈ കുറവുകളിടയിലും ഒരു നല്ലൊരു പ്രവൃത്തി ദൈവത്തിന് ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങളുടെ ജീവിതം തന്നെ ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ആണ്. അതായത് യൂത്തും അച്ഛനാണ് തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ല. അവർക്ക് കുറെ അവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളും ഫാമിലി അവർ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കുറെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു ക്രൈസ്റ്റ് ആണല്ലോ. അപ്പോൾ അച്ഛനായി കഴിഞ്ഞാൽ നമുക്ക് ആരെയും ബോണ്ടിങ് ഒന്നും ഇല്ല, ഒന്നിനും കമ്മിറ്റഡ് അല്ല. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഈ അഡിക്ഷൻ്റെ, അതായത് ധാരാളം അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു തലമുറ ഈ നമ്മുടെ ലോകത്തുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ജീസസ് അഡിക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. യേശുക്രിസ്തുവിന് വേണ്ടി എന്തും ചെയ്യാൻ, ലിമിറ്റേഷൻ ഇല്ലാതെ എന്തും ചെയ്യാൻ വേണ്ടി എപ്പോഴും സന്നദ്ധരായിരിക്കുന്ന യൂത്താണ്. അതേസമയം വൈദികരാകാൻ തിയോളജി സെക്കൻഡ് ഇയർ ആകാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മുടെ കൂടെ ഒരു അച്ഛനുണ്ട്. അച്ഛൻ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അച്ഛനല്ല, ബ്രദറാണ്. CMA ബ്രദറാണ്. ഓക്കെ, ഞങ്ങള് ഇവിടെ ഒരു 10-96 പ്രദേശത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെ പിള്ളേരൊക്കെ അല്ലേ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു. ഓക്കെ, ഈശോയുടെ കൂടെ എല്ലാവരും ഇങ്ങനെ വൈബ് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതാണ്. അവിടെ പ്രാർത്ഥനകളും ചാൻഡുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ? എല്ലാം ഉണ്ട്. അപ്പോൾ ആ കൂടെ അവിടെ ഈ സമയത്ത് തന്നെ അഡോറേഷൻ നടപ്പുണ്ട്. കൂടെ ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് ചാൻഡിങ്ങും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങളുടെ കൂടെ വൈബിങ്
ഓക്കെ, താങ്ക് യു താങ്ക് യു. നമ്മുടെ കൂടെ ഷെക്കേനിക്ക് അതിഥിയായിരിക്കുന്ന ഇപ്പോൾ ഒരു അച്ഛനാണ്, നമ്മുടെ യൂത്തൻ അച്ഛനാണ്. അച്ഛാ, ജാഗോയെ കുറിച്ച് അച്ഛൻ എന്തോ 2 വാക്ക് പറയാം. ജാഗോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഉത്സവമാണല്ലോ. നമുക്ക് നമ്മുടെ ഇത്രയും ഒരു യുവജനങ്ങൾ ഏകദേശം 12,000-ഓളം കുട്ടികൾ ഒരുമിച്ച് ഇത്രയും ഒരു വലിയൊരു ക്യാമ്പസിൽ നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്നു. എവിടെ നോക്കിയാലും സന്തോഷം, എവിടെ ഏത് കോർണറിൽ പോയാലും നമ്മൾ കുട്ടികൾ സന്തോഷം പങ്കിടുന്ന ഒരു മൊമെന്റ്സ് ആണ്. വിശുദ്ധ പൗലോസ്ലിയ പറഞ്ഞിരിക്കുന്നതാണ്, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും. ഇവിടെ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. അതായത് യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ജോലിയോ ശക്തിയോ സ്ഥാനമാനങ്ങളോ ഒന്നുമില്ല. ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന ഈ മെഡിക്കൽ സ്റ്റുഡൻസിനോട് നമുക്ക് 2-3 ചോദ്യം ചോദിക്കാം. പേരെന്താ? അമൃത. അഞ്ജലി. ഓക്കെ, ജാഗോയിൽ ആദ്യമായിട്ടാണോ? ഞാൻ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. ഇന്നിപ്പോ ഇന്നലെ വരാൻ പറ്റും. ആണോ? ഞാൻ ആദ്യമായിട്ട് ജാഗോയിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള ഇതുവരെ, ഇന്നലെയാണ് തുടങ്ങിയത്, ഇത് ഏതുവരെയുള്ള അഭിപ്രായം? വളരെ നല്ല കണ്ട ഈ വൈബ് പിള്ളേരൊക്കെ കാണാൻ പറ്റി. പിന്നെ ഒരുപാട് കഷ്ടപ്പെടുന്ന പാത്രം കഴുകുന്ന ആൾക്കാർ ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. പിന്നെ ഇവിടെ ഇനി അങ്ങോട്ട് ഇന്ന് മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ, ഇന്ന് മൊത്തം എൻജോയ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ജാഗോയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ജാഗോയ്ക്ക് വരാൻ കാരണം? ഈ 10,000s ഓഫ് ആൾക്കാർ പല രീതിയിൽ, പല കൾച്ചറിലുള്ള ആൾക്കാർ ക്രിസ്തു എന്നൊരു പോയിന്റിൽ ഭയങ്കര സ്നേഹത്തോടെ ഈ ഒരു പോയിന്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പല കൾച്ചേഴ്സ് ഇതെല്ലാവരും ക്രിസ്തുവിൽ മീറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഒരു പാട്ട് പാടാൻ പറ്റും? സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങാം സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതു ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. മുമ്പ് നമുക്ക് കൂടി ഉണ്ടായിരുന്ന ഡോക്ടർ സ്റ്റുഡൻസ് ആണ്, ഇപ്പൊ നമ്മുടെ കൂടെ ആയിരിക്കും നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. പുനരിൽ വന്ന നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് അന്ന റോസ്മ. ഓക്കെ, അന്ന റോസ്, ഈ ജാഗയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അടിപൊളിയാണ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ആ ജാഗോയ്ക്ക് വരുന്നത്, പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തുകൊണ്ടാണ് ജാഗോയ്ക്ക് വരാൻ കാരണം? GCC യുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തോണ്ട് തന്നെ ഇനിയും കൂടുതൽ പ്രോഗ്രാംസിന് വരണമെന്നുണ്ടായിരുന്നു. പിന്നെ ഫൈനൽ ഇയർ ആണ്, ഫ്രണ്ട്സിനൊക്കെ കൂടെ. നാട്ടില് ധാരാളം ജീസസ് യൂത്ത് അംഗങ്ങളുണ്ടോ ഇടവകയിലൊക്കെ? ഇടവകയിലൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. ശരിക്കും ഞങ്ങൾ കറങ്ങണം എന്നൊക്കെ ഉദ്ദേശിച്ച് വന്നതാണ്, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു എക്സ്പീരിയൻസ്, വേറൊരു ലോകം. അതാണ് വ്യത്യാസം. കറങ്ങണം എന്ന് ഉദ്ദേശിച്ച് വന്നതാണ്, പക്ഷേ എക്സ്പീരിയൻസ് മാറിപ്പോയി. എന്താണ് ഇപ്പോൾ യേശുവിനോട് കൂടെ മാത്രം എന്നുള്ളൊരു കൺസെപ്റ്റിലായിരിക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നാട്ടിൽ നിന്ന് അടൂരിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടോ? ഒരുപാട് പേര്. താങ്ക് യു. ജാഗോ, യെസ്, നമ്മുടെ കൂടെ തൃശ്ശൂരിൽ നിന്ന് ജാഗോയ്ക്ക് വേണ്ടി ക്രൈസ്റ്റ് അക്കാദമിയിൽ എത്തിയിരിക്കുന്ന കുറച്ച് പിള്ളേരാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. ജോഷുവ, ഞാൻ തൃശ്ശൂർ സോണിൽ തന്നെയാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ബാക്ക് സൈഡാണ് എൻ്റെ വീട്. ഞാൻ ജാഗോവിന് മുമ്പത്തെ കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു, 2023 ബാച്ചിലും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ക്യാമ്പസ് ബേസിസിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അന്നത്തെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ കൊല്ലം വന്നത്. ഈ കൊല്ലം അതിനേക്കാൾ അടിപൊളിയാണെന്ന് മനസ്സിലായത് ഇവിടെ വന്നപ്പോഴാണ്. മാത്രമല്ല ഇവിടുത്തെ ജേണിയും എല്ലാ അക്കോമഡേഷൻസും എല്ലാം സർവീസസും എല്ലാം വെൽ പ്ലാൻഡ് ആൻഡ് വെൽ പക്കയാണ്. ഒരാൾക്കൊരു ഡൗട്ട് പോലും വരില്ല. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. ഇവരുടെ എക്സ്പീരിയൻസ് നോക്കാം. ഓക്കെ, പേര്? ഹായ്, എൻ്റെ പേര് നിവിൻ. എൻ്റെ വീട് തൃശ്ശൂർ തന്നെയാണ്, ഒല്ലൂർ സബ് സോണാണ്. ഇപ്പോൾ ഫോമൽ കൗൺസിൽ ടീം മെമ്പറാണ്. ഞാനും ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷം 2023 ജാഗോയുടെ ഭാഗമായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ വളണ്ടിയറായിരുന്നു. ഈ സമയത്ത് ഞാൻ അൺഫോർച്യുനേറ്റ്ലി വളണ്ടിയർ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് വാട്ടർ മിനിസ്ട്രി ആയിരുന്നു. ഇപ്പോൾ ഈ തവണ നമുക്ക് വാട്ടർ മിനിസ്ട്രി ആയിരുന്നു. ഈ തവണ ഞങ്ങൾ ഫുഡ് മിനിസ്ട്രിയാണ്. ഇപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ തവണ കുറച്ചും കൂടിയും ഒരു ഓർഗനൈസ് ചെയ്യാണ്ട് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വെൽ ഓർഗനൈസ്ഡ് ആണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാം മാക്സിമം നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത രീതിയിലാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയേക്കണേ. ഒരു ഓൾമോസ്റ്റ് ഇവിടുത്തെ ഇപ്പോഴത്തെ എല്ലാ യൂത്തിനടുത്താണെങ്കിലും എല്ലാവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇത്രയും കൂടിയും കുറച്ചും കൂടിയും സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എല്ലാം ന്യൂ കമ്പേഴ്സ് ആണ്. അവർക്കും അധികം കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇപ്പോൾ നമ്മുടെ സർവീസും കാര്യങ്ങളിലും ബേസ് ചെയ്ത് വരുമ്പോൾ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്. ഇത്രയധികം ആൾക്കാർക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഇപ്പോൾ കിച്ചൺ മിനിസ്റ്റർ ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് എറണാകുളം സോണാണ്. തൃശ്ശൂർ സോണാണ് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എറണാകുളം സോണാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴാണെങ്കിൽ എല്ലാവരും ഭയങ്കര ഫണ്ണാണ്, ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ പാട്ടുകളൊക്കെ പാടി എല്ലാവരും കളിച്ച് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് തൃശ്ശൂരിലുള്ള കൊടകര ഭാഗത്ത് മുരിക്കിങ് ഇടവകയിലുള്ള ഒരു കുട്ടിയെ പരിചയപ്പെടാം. എൻ്റെ പേര് ജിസ്ന. ഞാൻ ഇരിഞ്ഞാലക്കുട സോണാണ്, ചാലക്കുടി സബ് സോണ്, മുരിക്കിങ്ങ ഇടവക. ഫസ്റ്റ് ടൈമാണ് ജാഗോയ്ക്ക് വരുന്നത്. ജാഗോ ഇവിടെ എത്തി പ്രതീക്ഷയിലും സൂപ്പറാണ്. ജാഗോയ്ക്ക് വരാനുള്ള കാരണം? ജാഗോ അത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നതാ. അങ്ങനെ ഒരു ഫുള്ളി പ്ലാനിങ് ഒന്നും ഉണ്ടായില്ല, പെട്ടെന്ന് വന്നതാ. ഓക്കെ, നമ്മുടെ കൂടെ വേറെ തൃശ്ശൂർക്കാരത്തി ഉണ്ട്. തൃശ്ശൂർ എന്താണ് വിശേഷങ്ങൾ? ഹലോ, എൻ്റെ പേര് ഗ്ലാഡി. ഞാൻ ചെമ്മണ്ട ഇടവകയാണ്, ഇരിഞ്ഞാലക്കുട. ഞാൻ പഠിക്കുന്നത് രാജഗിരി ബിസിനസ് സ്കൂളിലാണ്. പകുതി എറണാകുളം പകുതി പിള്ളേരായിട്ട് വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ജാഗോയിൽ വരുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, ജാഗോ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? എനിക്ക് തോന്നുന്നു ലൈക്ക് ഗോ ആൻഡ് പ്രൊക്ലെയിം ദ വേർഡ് ഓഫ് ഗോഡ്. ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ്
ജാഗോ മെയിനായിട്ട് യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ട്. ഓക്കെ, മെയിനായിട്ട് യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ട് ജാഗോ ഒരേ സമയം അവേക്ക് എന്നുള്ളൊരു അർത്ഥം അതിനുണ്ട്, റൈസ് എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ വരുന്നത്. ജാഗോ ഈ വർഷം പ്രത്യാശയുടെ ഒരു വർഷമാണ്. ഈ പ്രത്യാശയുടെ വർഷത്തെക്കുറിച്ച് ഈ വർഷം ക്രിസ്മസിന് ശേഷം ജാഗോ നടത്തുന്നതിന് ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി എന്താണ്? അതിൻ്റെ പ്രസക്തി ആക്ച്വലി അത് നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടും. നമുക്ക് ക്രിസ്മസിൻ്റെ ഒരു മിത്തോളജി വെച്ചിട്ട് അതേ ഒരു ക്രിസ്മസ് മിത്തോളജി ആണോ? ക്രിസ്മസ് മിത്തോളജി എന്നല്ല, ക്രിസ്മസ് ഒരു തീം നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കറക്റ്റായിട്ട് യൂത്തിനെ കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ക്രിസ്മസിന് അതിൻ്റെ ഒരു ആംബിയൻസും അതിൻ്റെ ഒരു വിഷ്വലൈസേഷനും അത് കറക്റ്റായിട്ട് നമുക്ക് യൂത്തിനെ ഇൻകോപ്പറേറ്റ് ചെയ്ത് അവർക്ക് നമ്മുടെ ഒരു വിശ്വാസം എന്താണെന്നും എങ്ങനെയാണ് നമുക്ക് എല്ലാവരായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് എല്ലാവരായിട്ട് സജീവമായിട്ട് ഹെൽപ്പ് ചെയ്യാനും അവരുടെ ഒരു ഫ്യൂച്ചർ പ്ലാനുകൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ അതിനായിട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ വെക്കുന്നുമുണ്ട്. സോ നമുക്ക് പിള്ളേർക്ക് ആവശ്യമുള്ള രീതിയിൽ ജാഗോ ഈ കൊല്ലം ഫുൾ പ്ലാൻഡ് ആൻഡ് ഫുൾ പാക്ക് ചെയ്തിട്ട് വെൽ പാക്കേജ് പോലെയായിട്ടാണ് യൂത്തിന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അവർക്ക് ഈ കൊല്ലം കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ അത് കണ്ടിന്യൂറ്റി പക്കയായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ ഈ പ്രാവശ്യം വിദ്യാർത്ഥികൾ, അത് പ്രത്യേകിച്ച് യൂത്തന്മാർ കൗമാരക്കാർ കൂടുതൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വ്യത്യസ്തമായിട്ട്. ഓക്കെ, ഒരുപാട് യുവജനങ്ങളാണ് ജാഗോ 2025 ക്രൈസ്റ്റ് അക്കാദമിയിലെ വലിയ ക്യാമ്പസിൽ ഇവിടെ ഇട്ടിരിക്കുന്ന പ്രത്യേക സെറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് ക്യാമറമാൻ സിയോനോടൊപ്പം ജോൺ ആണ് ഇവിടെ റിപ്പോർട്ടറായിട്ട്